അവിടുത്തുകാര് പണത്തിന് ബുദ്ധിമുട്ടിയ ആ കുടുംബം മുടിഞ്ഞാലും അവര് നാട് മുഴുവൻ നടന്ന് തെണ്ടിയാലും എടാ ഞങ്ങൾക്ക് എന്താടാ? എന്റെ പേരിൽ കിട്ടിയ 25 കോടി രൂപയിൽ നിന്ന് 1 രൂപ കണിമംഗലത്തുകാർക്ക് തിരിച്ചു കൊടുക്കാന്ന് അച്ഛനും അമ്മയും വ്യാമോഹിക്കണ്ട. തരില്ല ഞാൻ. എടാ നിന്റെ മോളെ എന്ന് ഏറ്റെടുക്കാമെന്ന് അവര് തീരുമാനിച്ചോ ഒന്ന് തുടങ്ങി അവരുടെ നാശം. ഇനി ആ നാശം സമ്പൂർണമാകണം, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോടാ ദേവ, കണിമംഗലം കുടുംബം നിന്ന് കത്തുന്നതേ നിനക്കും ഇവൾക്കും കാണേണ്ടി വരും. അവൻ കാല് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അവറ്റകളൊക്കെ കൂടി ചത്തുമലന്ന് കിടക്കുന്നതാ കാണേണ്ടത്. മുത്തശ്ശി നമുക്ക് പോവാം. ആ പിന്നെ ഞങ്ങളൊരു പുതിയ കാറ് ബുക്ക് ചെയ്യുന്നുണ്ട്, അതൊന്ന് പോയി കാണണം. പിന്നെ സിനിമയുടെ ചില തിരക്കുകളുണ്ട്. അപ്പൊ എന്താ ഇത്തരം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇനി മേലിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ സമയം നിങ്ങൾ കളയരുത്. എടാ ഒരു പണിയും ഇല്ലാത്ത നിന്നെ പോലെ അല്ല ഞങ്ങള്. ആ നീ വാടി മോളെ. അമ്മയോടെ നിൽക്കുക. ഈ കാണിച്ച അഹങ്കാരമൊന്നും ദൈവത്തിലെത്തില്ല എന്ന് കരുതുന്നു. ഇതിനുള്ള ശിക്ഷ അമ്മ അനുഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? നിന്റെ പൂജയും അവളുടെ പ്രാർത്ഥനയും കൂടി ആവുമ്പോഴേ ദൈവം എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ദൈവത്തിനോടെ ഈ സുകുമാരി സംസാരിച്ചോളാം. ഒന്ന് പോടാ അവിടുന്ന്. ഓൾവാ. എന്താണോ ഇത്? ഒന്നുമില്ല വരും. ഞാൻ ഒരുപാട് ദൈവദോഷം ചെയ്തിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് അനാഥയാക്കി കളഞ്ഞത്. അനാഥ എന്ന വിളിപ്പേരൊക്കെ ഒരുപാട് ചുമന്ന് നടന്നല്ലേ ഞാൻ. എന്നിട്ടും ദൈവത്തിനത് മതിയായില്ലെന്നാണോ? സത്യത്തിൽ ഇപ്പൊ ആരെയാ ശിക്ഷിച്ച്? എന്നെയാണോ എന്റെ അമ്മയാണോ? രാധിക താൻ വിഷമിക്കാതെ. അമ്മയെ കണ്ടെത്താത്തതിൽ തനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ തന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നതൊക്കെ പറയാൻ പറ്റും. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നും അല്ലല്ലോ. യാഥാർത്ഥ്യം അത് തന്നെയാ. ശ്യാമ എടുത്തിന് തന്നെ വിട്ടിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും രണ്ടിടങ്ങളിലാക്കി ജീവിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണ. നിങ്ങളെ പരസ്പരം കണ്ടുമുട്ടിച്ചതും ഭഗവാനാ. പിന്നെ എങ്ങനെയാണോ ഇപ്പൊ പിരിക്കുന്നത്? ഭഗവാനിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടോ? എന്റെ സങ്കടം കൊണ്ടവരും അമ്മയ്ക്ക് എന്തൊരു സന്തോഷായിരുന്നു. കുറച്ചു കാലം
ഞങ്ങള് പിന്നെ കാശ് ഇറക്കിട്ട് വെറുതെ ഇരിക്കാനാണോ? മാഡം, കഥയില് നായകനെന്നാ അവരുദ്ദേശിച്ചേ. ഓ ആ അറിഞ്ഞോ? മനു വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതം അയാൾക്ക് പരിചിതമല്ല. ഒരിക്കൽ അയാൾ ഒരു ഗ്രാമത്തിലേക്ക് പോന്നു. അവിടെ വെച്ച് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ അയാൾ പരിചയപ്പെട്ടു. ശ്വേത, അതാണ് നമ്മളുടെ നായിക. അവൾ നന്നായി പാടും. ഗ്രാമത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും അവൾ സജീവമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ ഒരു ഉടക്ക് സംഭവിക്കുന്നു. രണ്ടുപേരും വലിയ സംഘർഷത്തിലാണ് പിരിയുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ പല സാഹചര്യങ്ങളിലും അവർ കണ്ടുമുട്ടുകയും അവർ പ്രണയബദ്ധരാകുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു പുതിയ ക്യാരക്ടറിന്റെ എൻട്രി. അവരുടെ പ്രണയബന്ധം ഇല്ലാതാക്കാൻ മറ്റൊരുത്തി എൻട്രി ചെയ്യുന്നു. അവൾക്ക് മനുവിനെ സ്വന്തമാക്കണം. എഴുന്നേക്കണ അവിടുന്ന്.